ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും വളരെ ടേസ്റ്റിലൊരു പെപ്പർ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ആ ഉലുവ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 3 വറ്റൽമുളകും ഒരു കറുകപ്പട്ടൻ്റെ ഇലയും പിന്നെ 2-3 കറുകപ്പൂവും പിന്നെ ഒരു പട്ടൻ്റെ കഷ്ണവും അത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അതരിഞ്ഞത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാൻ ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി ഇവിടെ എടുത്തിങ്ങനെ അത് നല്ലോണം തൊലിച്ചതിന് ശേഷം അത് മിക്സിനൊക്കെ തന്നെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഇളക്കി കൊടുത്തതിൻ്റെ പച്ചമണമൊക്കെ പോയി ഒന്നിന് വയന്ന് വരുമ്പോഴാണ് നമുക്ക് അതിലേക്ക് സവോള ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. ഇനി അതൊക്കെ നല്ലോണം വയന്ന് വന്നിക്കണം. ഇനി അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കുക. നല്ലോണം കനം കുറച്ച് നീളത്തിലരിഞ്ഞ സവോള അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിക്കണേ. ഈ സവോളയൊക്കെ പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് തന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ സവോളയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് നല്ലോണം പാകത്തെ വയവായി കിട്ടും കേട്ടോ. ഇപ്പോൾ നല്ലോണം ഒന്ന് വയന്ന് വന്നിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നീളത്തിൽ അരിഞ്ഞ 2 പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കണേ. നല്ല കനം കുറച്ച് അരിയുമ്പോഴാണ് പെട്ടെന്ന് വയന്ന് കിട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞ തക്കാളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിക്കണേ. ഇനി അതും ചേർത്ത് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുത്താൽ തക്കാളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളി അതേപോലെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വയന്ന് കിട്ടിക്കണേ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മസാലകൾ ഇതിലേക്ക് വേണ്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ അത് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി വേണം. അപ്പോൾ ഞാനൊരു 2.5 സ്പൂൺ ചെറിയ 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ നമുക്കതിൽ എരിവിന് ആവശ്യമില്ല കുരുമുളകാണ്. അപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ പിന്നെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു വലിയ 2.5 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തിക്കണേ. ഇനി നല്ല പോലെ ഇതിൻ്റെ പച്ചമണം പോകാനും വേണ്ടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീ തന്നെ 2-3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിക്കണം. ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചിക്കനാണ് നമ്മളിവിടെ എത്തുന്നത്. അത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ മസാലയൊക്കെ ചിക്കനിലേക്ക് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് വെള്ളം ഒന്നും ഒഴിക്കാതെ ഒരു വലിയ തീ തന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മൂടി വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതിന് ചെറുതായിട്ട് ആവിയൊക്കെ ഇങ്ങനെ വരൽ തുടങ്ങി. ഇനി നമുക്ക് തീ കുറച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. കാരണം വെച്ചാൽ പിന്നെ ഈ ചൂടുള്ള ചിക്കനിലേക്കോ അത് ചൂടുള്ള ഭക്ഷണത്തിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിക്കണം. ഇനി പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി ഉയ്ത് മറക്കണ മാതിരി രീതിയിൽ നാക്കണ്ട. ആ ഉപ്പൊക്കെ എല്ലായിടത്തും കാണാവുന്ന രീതിയിൽ ഇതുപോലെ നാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ചെറിയ തീ തന്നെ ഒരു 10 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ പല പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ചിക്കൻ നല്ലോണം തന്നെ വേവിച്ച് കഴിക്കുക. അതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റ് സമയം എടുത്തതിന് ശേഷം 10 മിനിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ചെറിയ തീ തന്നെ നിന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ അമർത്തി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്തിക്കണം. എന്നാൽ വെള്ളമൊന്നും അധികം വറ്റിയിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പച്ചക്കളർ എന്താണ് ഈ ഇറച്ചിയും ഒരു വെള്ള കളറായി കാണുന്നത് എന്നൊക്കെ തോന്നും. പക്ഷെ നല്ലോണം വരണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല കളറും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം ഇളക്കി കൊടുത്തുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ നല്ലോണം സ്പീഡ് കൂട്ടിയതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി നമുക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മൂടി വെച്ച് നല്ല സ്പീഡിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ ഗ്രേവിയൊക്കെ നല്ലോണം തിക്കായി കിട്ടിയിട്ടുണ്ടോ. ഇതിപ്പോൾ തന്നെ അടിയിലും പിടിച്ചിട്ടില്ല, നല്ല തിക്കായി കിട്ടിയിരിക്കണേ. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ കളറൊക്കെ ഒന്ന് മാറി, ഇറച്ചിൻ്റെ കളറൊക്കെ കുരുമുളകിൻ്റെ കളറായി വന്നത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശരിയായില്ലേ. അപ്പോൾ നമ്മൾ അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയിക്കണേ. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളകിൻ്റെ കൂടെ മല്ലിച്ചപ്പൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ മല്ലിച്ചപ്പും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയിക്കണം. അപ്പോൾ ലെഗ് പീസ് തന്നെ ആയിക്കോട്ടെ, എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ലേ ലെഗ് പീസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്ന് നമ്മൾ കഴിക്കാൻ പോണത് പെപ്പർ ചിക്കൻ നെയ്ച്ചോറിൻ്റെ കൂടെയാണ്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇനി പൊറാട്ടൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെഗ് പീസും അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ചേർത്തുകയാണ് നല്ലൊന്ന് കഴിച്ച് നോക്കിക്കണേ. നെയ്ച്ചോറിൻ്റെ കൂടെ ഇത് മാത്രമൊന്നുമല്ല, നമുക്ക് കുറച്ച് മാങ്ങച്ചാറും അതേപോലെ തന്നെ കുറച്ച് ഉള്ളി സുർക്കൊക്കെ ഉണ്ട്
വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ തന്നെ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനിയും വരട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.